ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം എന്തൊക്കെയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഇതേപോലെ തന്നെയുള്ള ഈ ഒരു സെയിം ടോപ്പിക് തന്നെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ത്രീയെ കാണുന്ന സമയത്ത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിരിയും എക്സ്പ്രഷനും ആണ്. ഇപ്പൊ ചിരി എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. ചിലരെന്ന് പറയുമ്പോൾ ചുമ്മാ ഈ ചുണ്ട് മാത്രം ഇങ്ങനെ വലുതായി പോകുന്ന ചിരി ഉണ്ടല്ലോ, അതായത് ജസ്റ്റ് ഒരു മുഖത്ത് കാണുന്ന ചെറിയൊരു ചിരി മാത്രമുണ്ട്. ചിലർ പല്ല് കാണിച്ച് ചിരിക്കാറുണ്ട്, ചിലർ അട്ടഹസിക്കുന്ന പോലെ ചിരിക്കാറുണ്ട്, അതായത് പൊട്ടിച്ചിരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഈ പൊട്ടിച്ചിരി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പൊതുവെ പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെ നീ ചിരിക്കരുത്, മെല്ലെ ചിരിക്കുന്നൊക്കെ പൊതുവെ കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തമാശകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ വെക്കാതെ പൊട്ടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ശുദ്ധമായിരിക്കും എന്നുള്ളതാണ് പറയുക. അത് മറ്റൊന്നല്ല, ഈ ചിരി അടക്കി പിടിക്കാൻ കഴിവുള്ളവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. പക്ഷെ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലൊന്നും വെക്കാൻ കഴിവില്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരാണ് പൊതുവെ പൊട്ടിച്ചിരിക്കാറുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിരിയാണ്. അതായത് ഇവരെങ്ങനെയാണ് മറ്റുള്ളവരോട് ചിരിക്കുന്നത്, അതുപോലെ തന്നെ ചിരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ടോ, പൊട്ടിച്ചിരിക്കുന്നുണ്ടോ, അതല്ലാതെ വെറുതെ ഒരു ചിരി മാത്രമാണോ, പേരിന് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയാണോ ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ള ചിരി കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സോ നിങ്ങളുടെ ചിരി മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മീൻസ് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻ എങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴെങ്ങനെയാണ്, ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇൻ യുവർ പോസ്റ്റർ. അതായത് നിങ്ങൾ നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ ഈ സമയങ്ങളിലെല്ലാം നിങ്ങളിലുള്ള കോൺഫിഡൻസ് എത്രത്തോളമാണ് എന്നുള്ളത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നടക്കുന്ന സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ, ഇപ്പോൾ ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, നല്ല രീതിയിലാണ് നടക്കാറുള്ളത്. അതായത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ താഴെ നോക്കി മാത്രം നടക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. കണ്ണ് ഫുള്ള് താഴത്തേക്കായിരിക്കും, നേരെ പോലും നോക്കില്ല, ഇങ്ങനെ താഴെ നോക്കിയിട്ടായിരിക്കും നടന്നു പോകുന്നത് പോലും താഴെയുള്ള റോഡ് നോക്കിയിട്ടായിരിക്കും. ഇങ്ങനെ പോകുന്ന കുട്ടികൾ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. എന്തിനോടൊക്കെ ഉള്ളൊരു പേടിയാണ്, മറ്റുള്ളവരെ കാണുമ്പോൾ ഫേസ് ചെയ്യാനുള്ള പേടി. തൻ്റെ ചുറ്റും ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്തൊക്കെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കാനുള്ള മടി, പേടി, ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ താഴത്തേക്ക് മാത്രം നോക്കി പോകുന്നത്. അതേപോലെ തന്നെ കുറച്ച് പണ്ടൊക്കെ ആളുകൾ പറയുന്ന കാര്യമാണ് താഴെ നോക്കി നടക്കുന്ന പെൺകുട്ടികൾ അടക്കവും ഒതുക്കവും ഉള്ള കുട്ടികളാണെന്നൊക്കെ. സത്യം പറഞ്ഞത് അങ്ങനെയൊന്നല്ല, അടക്കവും ഒതുക്കവും ഉണ്ടാകുമായിരിക്കാം. അതേപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള പേടി അല്ലെങ്കിൽ കഴിവില്ലായ്മ അവരിൽ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ നടക്കേണ്ടത്. അതായത് നേരെ നോക്കി നടക്കുക എന്നുള്ളതാണ്. തല താഴ്ത്താതെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, അതിന് കഴിയണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് അട്രാക്ഷൻ വരും. അതായത് ഇവര് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പോസ്റ്ററിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കോ കാണുന്ന ആളുകൾക്കോ നമ്മളിലുള്ള കോൺഫിഡൻസ് ഫീൽ ചെയ്യാനായിട്ട് കഴിയണം. സോ അവരോട് സംസാരിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഓരോ സമയങ്ങളിലും അതായത് നമ്മളുടെ പോസ്റ്ററിൽ നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ്. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലാണ്. ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മോഡൽസിലുള്ള ഡ്രസ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ അതിലൊന്നും കാര്യമില്ല, കിട്ടിയത് മുഴുവൻ വാരി വലിച്ചിടുന്നതിലല്ലോ കാര്യം. നമുക്ക് ഏതാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത് എന്നുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കൂടുതലും മാച്ച് ആയിട്ടുണ്ടാവുക സാരിയാണ്. അപ്പൊ സാരിയാണ് രസം എന്നുണ്ടെങ്കിൽ നമ്മൾ സാരി ഉടുക്കണം. അതല്ലാതെ നമ്മൾ ജീൻസും ടോപ്പും ഇട്ട് ചിലപ്പോൾ ചിലർക്ക് അത് രസം ഉണ്ടാവണം എന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾ അയ്യോ ഈ കുട്ടിക്ക് തീരെ മാച്ച് ഇല്ലാത്ത ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് തീരെ ഇത് രസമല്ലേ, ഈ ഡ്രസ്സ് രസമല്ലല്ലോ എന്ന് തോന്നും. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ അവിടെ നമ്മളോട് അട്രാക്ഷൻ
അട്രാക്ഷൻ തോന്നില്ല, പകരം അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. ഉള്ള ഒരു അട്രാക്ഷൻ പോലും പോയി കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മോഡൽ ഡ്രസ്സാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത്, ഭംഗി ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് ശ്രമിക്കുക. ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്. ദെൻ നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏതൊരു കാര്യത്തിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു അർത്ഥമുണ്ട്. നമ്മൾ പറയുന്നത് സത്യമാണ് എന്നുള്ളത്. അതായത് നമ്മുടെ ഉള്ളിൽ കള്ളമൊന്നുമില്ല, നമ്മൾ പറയുന്ന കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നു, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് തുറന്ന് പറയുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ താഴെയൊക്കെ നോക്കി സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും, ഇവരെന്താ എന്നെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണത്, ഇതിൽ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നുള്ളത്. വിശ്വാസം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുക. സോ ഐ കോണ്ടാക്ട് നിങ്ങൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള വളരെ നല്ലൊരു വഴി കൂടിയാണ് ഈ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസ് ആണ്. അതായത് നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടോ, അതല്ലെങ്കിൽ ചില ആളുകളുടെ മീൻസ് ചില സ്ത്രീകളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗാംഭീര്യമുള്ള സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ആണോ എന്നുള്ളതൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതായത് ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവുക കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ്, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവുക കുറച്ച് ഗാംഭീര്യമുള്ള സൗണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ കൂടുതലും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടുകളാണ് ഇഷ്ടം ഉണ്ടാവുക. സോ ഈ വോയിസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അധികം വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല വോയിസിൻ്റെ കാര്യം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മീൻസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ കേൾക്കുന്നുണ്ടാവുക നമ്മുടെ വോയിസിലൂടെയാണ്. അപ്പോൾ ആ വോയിസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അവർ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം. നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. സോ വോയിസ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളോട് അവർക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. സോ വോയിസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കൂടി അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. സംസാരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹാഷ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളതാണ്. അപ്പോൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളുകളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ സൗമ്യമായിട്ട് സംസാരിക്കണം എന്നായിരിക്കും മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. സോ അവർ ശ്രദ്ധിക്കുന്ന ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസും നിങ്ങൾ സംസാരിക്കുന്ന രീതിയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ മറ്റുള്ളവർ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി മുതൽ, ഇതൊന്നും അറിയാത്ത ആളുകളായിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് സംസാരിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ എല്ലാ സമയങ്ങളും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്